ഭൂമിയുടെ മണം കൈ മുറിയപ്പോ ഇഷ്ടപ്പെട്ടോടാ? സന്തോഷത്തിൽ ഞങ്ങൾ നമ്മുടെ മുറ്റത്തുള്ള മുല്ലയെ നമുക്ക് മണക്കാൻ പറ്റില്ല. കേറി കഴിഞ്ഞാൽ പട്ടി വിട്ട് കടുപ്പിക്കും. പറയാൻ വാക്കുകൾ പറയണ്ട. ആറെടുത്തപ്പോ സെറ്റായി. അയ്യോ കൂടുതൽ കുടിച്ച് ഫിറ്റ് ആയി കിടക്കുകയാണ്. തേസേട്ടാ, തേസേട്ടാ, ഇവിടെ ഒന്നുമില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഗുൽസിനെ കണ്ട ഗുൽസിന്റെ ഫസ്റ്റ് ട്രിപ്പാണ്. ഗുൽസ് എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാർ പോവാണ് നമ്മള്. മൂന്നാറിൽ നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. അങ്ങനെ ഗുൽസിനെ അടുത്ത് നമുക്ക് കുറെ സൈറ്റ് സീയിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. സോ നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഗുൽസുവിന്റെ വാക്സിനേഷൻ ഒക്കെ ആയിരുന്നു 2 ദിവസം മുന്നേ. അപ്പൊ പാവം കുത്തൊക്കെ കിട്ടിയല്ലോ, ഒരു യാത്ര കൊടുക്കാന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഞങ്ങക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. അല്ലേ ദേവസേട്ടാ? അതെ, നമുക്ക് എന്താണ് ഗുൽസുവിനെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെല്ലാ പ്രിക്കോഷൻസും എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഞാൻ ഫ്രണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അമ്മ ബാക്കില്. എന്താ പറയാ, ത്രെഡ്മില്ലിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ത്രെഡ്മില്ല് മേടിക്കും, ലാസ്റ്റ് തുണി തോരിടും. അതുപോലെ കാർ സീറ്റ് മേടിച്ചു. ഗുൾസ് കാർ സീറ്റിൽ ഇരിക്കുന്നില്ല, കരച്ചിലോട് കരച്ചില്. അങ്ങനെ വണ്ടിയുടെ ഒത്തിരി സ്ഥലം മുടക്കി. പിന്നെ അതിന്റെ മുകളിൽ ഇപ്പം സാധനം വെക്കാനുള്ളൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. അവിടെ ഇരിക്കും, ഐസോ ഫിക്സ് സാധനങ്ങൾ അവിടെ ഇരിക്കും. മൂന്നാർന്ന് പറയുമ്പോ ആദ്യം എന്താണ് മനസ്സിൽ വരുന്നത്? മൂന്നാർന്ന് പറയുമ്പോ ആദ്യം മനസ്സിൽ വരുന്നത് തേയിലത്തോട്ടങ്ങൾ, കോടമഞ്ഞ്, മറ്റേ ആടുണ്ടല്ലോ വരയാട്, ഇതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. മോസ്റ്റ്ലി തേയില. എനിക്ക് തോന്നുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ മൂന്നാറാണ്. കാരണം നമ്മള് ഊട്ടി പോയിട്ടുണ്ട്, നമ്മള് വാഗമൺ പോയിട്ടുണ്ട്, പോയിട്ടുള്ളൂ. അതിൽ വെച്ച് നോക്കുമ്പോൾ മൂന്നാറ് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മൂന്നാറ് അല്ല, ഉദ്ദേശിച്ച് തമിഴ്നാട്ടിലേക്ക് ഹിൽ സ്റ്റേഷനൊക്കെ ഒരു ഭംഗിയുണ്ടെന്ന്. എനിക്ക് മൂന്നാറ് ഇഷ്ടം. നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളെയും സ്ഥലങ്ങളെയും തേടി പോകുന്നു, പക്ഷെ നമ്മുടെ മുറ്റത്തുള്ള മുല്ലയെ നമുക്ക് മണക്കാൻ പറ്റുന്നില്ല. എത്ര വന്നിട്ടുണ്ട് മൂന്നാറില്? ഞാൻ 3-4 തവണ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. തനിയെ മീൻസ് അമ്മ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അതായത് അതിലൂടെ പ്രസക്തി ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്വന്തമായിട്ട് തള്ളാം. വെള്ളച്ചാട്ടം പോയാൻ പറ്റൂല, ഒലിച്ചു വരണം, വെള്ളൊലിക്കൽ. പിന്നെ നമ്മൾ ആക്ച്വലി ഒരു ട്രിപ്പ് പോയിട്ട് ഓൾമോസ്റ്റ് 1 വർഷം ആവാറായി കേട്ടോ. തേസേട്ടൻ വന്നതിന് ശേഷം ആകെ വർക്കല പോയി എന്നല്ലാണ്ട് വേറെ നമ്മളിങ്ങനെ ഒരു ലക്ഷ ട്രിപ്പ് പോലെ അങ്ങനെയൊന്നും എവിടെയും പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. തേസേട്ടനുണ്ടോ? അമ്മയ്ക്കുണ്ടോ?
ആരാ പോയി വിട്ടത്? ജാനുവരി ആയിട്ടേ ഉള്ളൂ, അപ്പൊ തന്നെ നല്ല ചൂടാണ് അല്ലേ? വെള്ളച്ചാട്ടമൊക്കെ ശോഷിച്ചു പോയിരുന്നു ഇപ്പൊ തന്നെ. അപ്പൊ പിന്നെ ഒരു എന്താ പറയാ, ഫെബ്രുവരി ഒക്കെ ആവുമ്പോ എന്തായിരിക്കും? മാർച്ച് ആവുമ്പോഴോ ഇതില്ലേ പണ്ടത്തെ ഒരു പുരാതന സ്ഥല. വളരെ മനോഹരമായ റോഡിലൂടെ നമ്മൾ കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭൂമിയുടെ മണം. കൈ മുക്കിയപ്പോ നല്ല തണുപ്പുണ്ട്. മലയണ്ണാന്റെ ആണോ എന്തി? മലയണ്ണനെ കണ്ടോ? കണ്ടില്ല, അതിന്റെ സൗണ്ടാ കേൾക്കണം. കുൽസുന്റെ മൂടി എന്ത് ഇങ്ങനെ ഇരിക്കുന്നു? ഹലോ, കുൽസുന് പൊന്നാട കിട്ടിയില്ലല്ലോ. ആ കിട്ടിയോ? അല്ല, നമ്മുടെ അല്ലേ. ഇതാണ് നമ്മുടെ വില്ല. ഇടയിൽ കൂടെ നോക്കും. ഇത് രസമല്ലേ ബേർഡ്സിന്റെ ശബ്ദം. തുറക്ക് തുറക്കൂ. സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് 2 ഡേയ്സിന് നിൽക്കാൻ പോകുന്ന സ്വീറ്റ് റൂം. താങ്ക് യു. ഫസ്റ്റ് ബെഡ്റൂം കാണിക്കാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ആൻഡ് ഇതാണ് a surprise element, a private pool with a view. ഹായ്, ഇതാണ് വ്യൂ. എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചത് ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ? ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് ദിസ് ഇസ് ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻസ്. നമുക്ക് ഫ്രണ്ട് തന്നെ തേയിലത്തോട്ടല്ലേ? കൊള്ളാം. ആൻഡ് ദൂരെയുള്ള വ്യൂ നോക്കി. നേരിട്ട് കാണുന്ന ഭംഗി ക്യാമറയിലില്ല. ഗുൽസു ഇഷ്ടപ്പെട്ടാ? ഗുൽസുവിന് ഇഷ്ടപ്പെട്ടാ? പക്ഷെ നല്ല ക്ലൈമറ്റ് ആട്ടോ.
അത്ര തണുപ്പില്ല, സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ല ഗുഡ് വെതർ അല്ലേ? ഗുൽസൂനും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വെതർ, ചൂടില്ല. ആ നല്ല വെതർ. ഹലോ ഗുൽസു, ഹായ്. ഗുൽസു വന്ന ഉടനെ നമ്പർ 2 ഒക്കെ പാസ്സായി, ഞങ്ങൾ ഫ്രഷായി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു അല്ലടാ. പ്രകമ്പനം കൊള്ളിച്ചല്ലോ എല്ലാരെയും പ്രകമ്പനം കൊള്ളിച്ചില്ലേ എന്റെ ചിഞ്ഞ് അല്ലേ? പേടിപ്പിച്ചു എല്ലാരെ. ആ മൂന്നാറ് വന്നെന്ന് എല്ലാരും അറിയണ്ടേ? ആ അല്ലേ? കരഞ്ഞ് നിലവിളിച്ച് നമ്മൾ അറിയിച്ചെല്ലാരും അല്ലേ? ഗുൽസുന്റെ ഡ്രസ് കാണിച്ചു തരൂ. അല്ല കാര്യങ്ങളൊക്കെ പറ, എന്തുണ്ട് വിശേഷം? ഗുൽസുന് മൂന്നാർ ഇഷ്ടപ്പെട്ടാടാ? അതുകൊണ്ടല്ലേ വന്നപ്പോഴേ അപ്പിട്ടത്. സന്തോഷത്തിൽ ഞങ്ങൾ അപ്പിപ്പറളെ കൊണ്ടുപോകാൻ ബാക്കി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ബഹളായിരിക്കും. നമസ്കാരം. ഗുൽസു നല്ല ഉറക്കത്തിലായി. ഇതാരാ ഇത്? ആരുമല്ലേ? കൊള്ളാം, കാഴ്ച നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ. നമ്മൾ ക്യാമറയിൽ കാണുമ്പോ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാം. ഞാൻ ജെന്യൂനായിട്ട് പറയാം, ക്യാമറയിൽ കാണുമ്പോ എന്തുമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല. ആ അപ്പോൾ നമ്മൾ പറയുമ്പോൾ തള്ളുകയാണെന്ന് വിചാരിക്കും, പക്ഷെ റിയലായിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗി, നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ക്യാമറയിൽ കാണുമ്പോൾ പക്ഷെ കുറച്ച് ഉണങ്ങിയ പോലെ ഇരിക്കുന്നു. നമുക്കിപ്പോൾ വരുന്ന വെറൈറ്റീസ് ഓഫ് ബ്ലാക്ക് ടീ ആൻഡ് ഗ്രീൻ ടീ ആണ്. ബ്ലാക്ക് ടീ നമുക്ക് വരുന്നത് തലയാർ ആൻഡ് കൊലുക്കുമലയാണ്. കൊലുക്കുമലായി വെൽ ഹയസ്റ്റ് ആണ്, അറൗണ്ട് 7000 feet ഓൾട്ടിറ്റ്യൂഡിലാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ഈ ഉയരം കൂടുന്നതോറും മറ്റേ ചായക്ക് ടേസ്റ്റ് കൂടും. അതാണ് ഇത്. ചളിയാണ് മനസ്സിലാവണ്ടല്ലോ. ഇതാണ് ഉയരം കൂടുന്തോറും കൂടെ. പിന്നെ ഇത് സെക്കൻഡ് ആണ്, 5000 feet ഓൾട്ടിറ്റ്യൂഡിലാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ഞാൻ പക്ഷെ സാഡ്ലി ചായ വിരോധിയാണ്. ഇത് ടീ ഫാൻസിനുള്ളതാണ്. ടീ ഫാൻസിനുള്ള. അപ്പൊ തേസേട്ടനും അമ്മയും കഴിച്ചോളൂ, ഞാൻ ഗുൽസുനെ എടുക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി. ഗുൽസു അച്ഛടെ അഭിനയം കണ്ടോടാ. ഗുൽസുവിടെ വേറെ ബിസിനസ്സില്ല. ഇപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ആണോ? സൂപ്പറാണോ? ക്യാമ്പ് ഫയർ നല്ലതായിരുന്നു, പക്ഷെ കുറച്ച് ആൾക്കാർ വേണം. നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാനാ? എല്ലാവരുമായിട്ട് കമ്പനിയായി. സംസാരിക്കാൻ നോക്ക്.
സ്വിമ്മിംഗ് ആണോ ഡാൻസിങ് ആണോ ഇപ്പൊ ചെയ്യണേ? ഞങ്ങൾ എണീറ്റ് ഓടാനുള്ള പരിപാടി ഇങ്ങനെ ഇവിടെ ഓടി നടക്കാല്ലേ കൊച്ചു? എങ്ങനെ ഓടാ? ഇങ്ങനെ ഓടൂ. എങ്ങനെ മാമ ഓടാ? അപ്പൊ ഞങ്ങള് ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പം ഈ റിസോർട്ടിലെ ആൾക്കാർ നമ്മളെ ടീ പ്ലാന്റേഷൻ്റെ അവിടെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവിടും. അവിടുന്ന് നമുക്ക് ഈ ടീ പ്ലാന്റേഷനൊക്കെ കണ്ട് സമാധാനമായിട്ട് ഇങ്ങനെ നടക്കാം. കണ്ടോ, കൂടെ കുറേ സായിപ്പന്മാരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളും ഗുൽസും ഉറങ്ങുന്നു, ആൻറ്റിയും ഉറങ്ങുന്നു. ഞാൻ രാവിലെ പ്രകൃതി രമണീയത കണ്ടിങ്ങനെ നടക്കുന്നു. എന്നിട്ട് നമ്മൾ നടന്നിങ്ങനെ താഴെ വരുന്ന കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ചെറുതായിട്ട്. ഈ ഒരു അവർ നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് വ്യൂ പോയിൻ്റ്. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു വരുമ്പം അവർ താണ്ടാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് മടങ്ങാം എന്നാണ് പറയുന്നത്. ചായയൊക്കെ കുടിച്ചു, നൈസായിരുന്നു. ഇനി പെതുക്കെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ താഴെ പോകുമ്പോൾ അവർ വണ്ടി നിർത്തിയിട്ടേക്കും, അത് കയറി റൂമിൽ പോകും. അത്ര പരിപാടിയേ ഉള്ളൂ. ഓക്കെ, ബായ്. പിന്നെ വേറൊരു കാര്യം, ഈ തേയിലത്തോട്ടത്തിനൊന്നും അകത്തേക്ക് കടക്കരുത്. ഇവിടെ പണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കയറി കഴിഞ്ഞാൽ പട്ടി വിട്ട് കടിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അടിപൊളി. സോ ഡേ 2 ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെല്ലാവരും വൈറ്റിലാണ് റെഡി ആയിട്ടുള്ളത്. വൈറ്റ് എവരിബഡി വൈറ്റ്. ഞാൻ പക്ഷെ ഓഫ് വൈറ്റ് ആയിപ്പോയി. ഗുൽസിന് കാർ എടുത്തപ്പോൾ സെറ്റായി. ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. നേരത്തെ തേസേട്ടൻ പറഞ്ഞു ഞാനും അമ്മയും കിടന്ന് ഉറങ്ങുകയായിരുന്നു. തേസേട്ടൻ രാവിലെ നടക്കാൻ പോയിരുന്നു. അത് നല്ല സത്യാവസ്ഥ. ഗുൽസുമായിട്ട് അത്രയും ദൂരം നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോവാ. അപ്പൊ തേസേട്ടൻ കിട്ടി കഥയൊക്കെ കേട്ട് ഓർഡിനൻസ് കൊണ്ടുവരികയൊക്കെ ചെയ്തായിരുന്നു. ഗവൺമെന്റ് സ്ഥലം ഫുള്ള് തിരിച്ചു പിടിക്കാനേ. അന്നേരം ടാറ്റ കൊണ്ടുവന്നതാണ് കണ്ണൻദേവന്റെ. അതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. ആ കാണുന്ന ഫുൾ ഇതും അതാ കാണുന്ന ബിൽഡിംഗ് എല്ലാം നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. ഹൗസ് ദ ട്രിപ്പ്? എങ്ങനെയുണ്ട്? പറയാൻ വാക്കുകൾ എന്നാ പറയണ്ട. ഇതാണ് സ്ഥലത്തിന്റെ പേര്. ടൈഗർ കേവിലേക്ക് പോകുന്ന വഴി. ഹാങ്ങിങ് ബ്രിഡ്ജ്. നമ്മളിത് വെള്ളം ഫുള്ള് നിറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഈ പുഴും നമ്മൾ കാണില്ലല്ലോ. ഇല്ല, ഭയങ്കര ചിന്തിച്ചു പറഞ്ഞ കാര്യം കേട്ടോ. മതി, പോയിക്കോ, നടന്നു. DB കോളേജ്. പക്ഷെ ഒരു സൗണ്ട് കേൾക്കുമ്പോ ഒരു പേടി. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആന വരുന്ന സ്ഥലമാണ്. അയ്യോ, എവിടെ ആണല്ലേ? പറഞ്ഞു നന്നായി. ഇപ്പല്ല, അവര് രാവിലെ വരുമ്പോ നോക്കും ആന ഉണ്ടെങ്കിൽ ഇത് കയറി പോവേ. അപ്പൊ ആനക്ക് പെട്ടെന്ന് വരാൻ തോന്നിയാലോ? ആണോ? സൗണ്ട് കേൾക്കാം. കൊരങ്ങനെ പേടിയാണോ? പോണോ? ഉം പോണോ?
ആ ചേട്ടനോട് കൂടെ വരാൻ പറയൂ. പോയോ തേസേട്ടാ? എന്റെ കൂടെ വരുവോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ടൈഗർ കൊണ്ടായിരുന്നേ. ആ പിന്നെ ഈ ജനവാസമൊക്കെ ആയപ്പോ ഓ ഇവിടെ ഉണ്ടായിരുന്ന ടൈഗർ എല്ലാം പോയത് ഈ ഫോറസ്റ്റിനകത്തേക്ക്. ഓ അത് ശരി. പിന്നെ ഇതൊക്കെ കണ്ടുപിടിച്ചത് ഈ ട്രൈബൽപ്പെട്ട ആൾക്കാരില്ലേ, ആ ആ ആ ഈ തേനൊക്കെ ശേഖരിക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള ഫോറസ്റ്റിനകത്ത് നിന്നാണ് അവര് കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് ടൈഗർ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത്. സൂക്ഷിക്കാൻ തന്നെ വീഴല്ലേ. ഞാൻ വേണ്ട. അല്ല ചേട്ടനല്ലേ നമ്മൾ ഇത്രയും എന്താ പറയാ കാര്യമായിട്ട് എല്ലാവിടെയും അല്ലേ കൊണ്ടുപോയി. നല്ല ബ്യൂട്ടിഫുൾ തൂക്കുപാലം. അത് ചിരിക്കുന്നു. ടൂർ കഴിഞ്ഞ വിഷമത്തിൽ സങ്കടത്തിൽ പാല് കുടിച്ച് കൂടുതൽ കുടിച്ച് ഫിറ്റ് ആയി കിടക്കുകയാണ്. ആ സങ്കടത്തിൽ ആരോട് പറയും കുൽസു? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ മൂന്നാർ കൊതിക്കുന്നു. അങ്ങനെ വിഷമത്തിലെല്ലാം ആലോചിച്ച് കിടക്കുക. നല്ല ആംബിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റേക്കേഷൻ അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേ ആയിരുന്നു അല്ലേ? നല്ല എല്ലാവരുടെയും പെരുമാറ്റം, ഹോസ്പിറ്റാലിറ്റി ഗ്രാൻഡ് ക്ലിഫിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയുന്നത് നമ്മൾ ജെന്യുവിൻലി പറയുകയാണ്. മനസ്സിൽ തൊട്ട് നമുക്കിങ്ങനെ ചില സ്ഥലത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ അവിടെ വീണ്ടും വരണം എന്ന് തോന്നില്ലേ, അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഗ്രാൻഡ് ക്ലിഫ്. എനിക്ക് അവിടുത്തെ സ്റ്റാഫ്സിന്റെ പെരുമാറ്റമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത്. പിന്നെ പ്രോപ്പർട്ടി ഓഫ് കോഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഒരു രക്ഷയില്ല, അത്ര ഭംഗിയുണ്ട്. നമ്മൾ താമസിച്ച വില്ലയാണെങ്കിലും എല്ലാം ഒന്നും പറയില്ല, എല്ലാം സൂപ്പർ സൂപ്പർ സൂപ്പർ. ഫുഡായാലും എല്ലാം നല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നീഷ് സ്റ്റേസ് ത്രൂ ആണ് നമ്മൾ ഈ ഗ്രാൻഡ് ക്ലിഫിലേക്ക് വന്നത്. എന്തായാലും എല്ലാം വളരെ മംഗളകരമായി, അങ്ങനെ പറയില്ലല്ലോ, എല്ലാം വളരെ നന്നായിരുന്നു. അപ്പോൾ ഇനിയും ഇങ്ങോട്ട് വരണമെന്നുണ്ട്, നമുക്ക് ഇനി എപ്പോഴെങ്കിലുമൊക്കെ വരാം. ഗുൽസു പാവം, ഗുൽസു എല്ലാവരുമായിട്ട് ഒന്ന് സെറ്റായി വരുമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഗുൽസുവിന്റെ അടുത്ത് പോവാണ്. സംസാരവും ചിരിയും ഒക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ എടുത്ത് അതാ കണ്ട ചീത്ത പറയാം ഞങ്ങളെ. എന്തിനാ അങ്ങനെ ഞങ്ങൾക്ക് ചീത്തവിളി കേട്ടോണ്ടിരിക്കുകയാണ്. ഗുൽസുവിന് ഇവിടുത്തെ ബഗ്ഗി വളരെ നന്നായിട്ട് മിസ് ചെയ്യുന്നു പറഞ്ഞു ഗുൽസു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ബാക്ക് ടു ചൂട് കാലാവസ്ഥയിലേക്ക് പോകുന്നു. ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അതും പറയണല്ലോ അല്ലേ? അതായത് ഭയങ്കര തണുപ്പല്ല, പക്ഷെ നമുക്ക് ഫാനൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു നല്ല ഒരു കോസി ക്ലൈമറ്റും ആയിരുന്നു. എന്തൊക്കെയായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. Kulsu, bye. Para Kulsu. Bye. Bye.